വംശനാശം സംഭവിച്ച 16 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള ഒരു കൂറ്റൻ റിവർ ഡോൾഫിന്റെ ഫോസിലൈസ് ചെയ്ത തലയോട്ടി ശാസ്ത്രജ്ഞർ പെറുവിൽ കണ്ടെത്തി. 3.5 മീറ്റർ വരെ നീളമുള്ള ഈ ഡോൾഫിൻ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റിവർ ഡോൾഫിനാണെന്ന് പറയുന്നു. പെറുവിലെ ആമസോൺ നദികളിൽ സുരക്ഷിതത്വം തേടിയവയാണ് ഇവ എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ശുദ്ധജലത്തിൽ കഴിയുന്ന ഡോൾഫിനുകളെയാണ് റിവർ ഡോൾഫിനുകൾ എന്ന് പറയുന്നത്. പെബനിസ്റ്റ യകുരുണ എന്നാണ് പുതുതായി കണ്ടെത്തിയ ഇനത്തിന് ഇവർ നൽകിയിരിക്കുന്ന പേര്. പാലിയന്റോളജിസ്റ്റായ ആൽഡോ ബെനിറ്റ്സ് പലോമിനയായിരുന്നു ആമസോണിൽ നിന്നും ഈ ഫോസിൽ കണ്ടെടുത്തത്. ദി ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ഓഡോണ്ടസെന്റ് എ സൗത്ത് ഏഷ്യൻ റിവർ ഡോൾഫിൻ റിലേറ്റീവ് ഫ്രം ദി പ്രോട്ടോ ആമസോണിയ എന്ന തലക്കെട്ടിലാണ് പഠനം സയൻസ് അഡ്വാൻസിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പഠനം പറയുന്നതനുസരിച്ച് ഈ പുരാതന റിവർ ഡോൾഫിന്റെ തലയോട്ടിയും മറ്റ് ഫോസിലുകളും 2018 പെറുവിലെ ലെററ്റോയിലെ റിയാനോപ്പോയിൽ നിന്ന് കണ്ടെത്തിയതാണ്. ആൽഡോ ബിരുദ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് ആദ്യമായി ഈ ജീവിയുടെ ഫോസിൽ കണ്ടെത്തുന്നത്. സഹപ്രവർത്തകനോടൊപ്പം നടക്കുന്നതിനിടയിൽ ഫോസിലിന്റെ താടിയെല്ലിന്റെ ഭാഗമാണ് ആദ്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പല്ലിന്റെ ദ്വാരങ്ങൾ ശ്രദ്ധിച്ചതോടെ ഡോൾഫിനാണെന്ന് തിരിച്ചറിഞ്ഞുവെന്ന് ആൽഡോ പറയുന്നു. എന്നാൽ കണ്ടെത്തിയ ഫോസിൽ ആമസോണിലെ റിവർ പിങ്ക് ഡോൾഫിനുമായി ബന്ധപ്പെട്ടതല്ലെന്ന് ഇദ്ദേഹം മനസ്സിലാക്കി. ശേഷം നടത്തിയ പഠനത്തിലാണ് ഈ ഭീമൻ ജീവിയുടെ 16 ദശലക്ഷം വർഷങ്ങൾ വരുന്ന പഴക്കം കണ്ടെത്തുന്നത്. എന്നാൽ നിഗമനങ്ങൾ വളരെ കൗതുകകരമായിരുന്നുവെന്ന് സൂറിച്ച് സർവകലാശാലയിലെ പാലിയന്റോളജി വിഭാഗം ഡയറക്ടർ മാർസെലോ ആർ സാഞ്ചസ് വില്ലഗ്രയും അഭിപ്രായപ്പെട്ടു. 2 പതിറ്റാണ്ടുകളായി തെക്കേ അമേരിക്കയിൽ പഠനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ഡോൾഫിനെ ആദ്യമായാണ് കണ്ടെത്തുന്നതെന്ന് അദ്ദേഹം പറയുന്നു. കാരണം ആൽഡോ കണ്ടെടുത്ത ഡോൾഫിന്റെ വലിപ്പം തന്നെ അസാധാരണമാണ്. അതേസമയം ഇന്ന് കാണുന്ന റിവർ ഡോൾഫിനുകൾ പോലെയല്ല ഈ ഡോൾഫിനെന്നും ഇവയുമായി നേരിയ ബന്ധം മാത്രമാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ പുതിയ പഠനത്തിന്റെ ഏറ്റവും പ്രാധാന്യം ഈ കണ്ടെത്തൽ ലോകത്തിൽ ഇപ്പോൾ ശേഷിക്കുന്ന റിവർ ഡോൾഫിനുകളുടെ അപകട സാധ്യതകളെ ഉയർത്തിക്കാട്ടുന്നു എന്നതാണ്. കാരണം നിലവിൽ ഗംഗ, സിന്ധു നദികളിൽ കാണപ്പെടുന്ന റിവർ ഡോൾഫിനുകളുടെ കുടുംബത്തിൽപ്പെട്ടതാണ് കണ്ടെടുത്തിരിക്കുന്ന ഈ ഫോസിലും. 2 ഡോൾഫിനുകളുടെയും പൂർവികർ മുമ്പ് സമുദ്രത്തിൽ തന്നെയാണ് ജീവിച്ചിരുന്നതും. മാത്രമല്ല വംശനാശത്തിന്റെ വക്കിലാണ് ഗംഗാ ഡോൾഫിൻ എന്ന് വിളിക്കപ്പെടുന്ന റിവർ ഡോൾഫിൻ. അതിനാൽ 20 മുതൽ 40 വർഷത്തിനുള്ളിൽ ഇവ ഭൂമിയിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നു.